ഒഴുകുന്ന പുഴ ഒരിക്കലേ നീന്താൻ കഴിയൂ. പെയ്യുന്ന മഴ ഒരിക്കലേ നനയാൻ കഴിയൂ. ജീവിതം ഒരിക്കൽ മാത്രം. കേട്ടിട്ടുണ്ടോ? ഇതിനകത്ത് എന്താണ് നമുക്ക് തോന്നുന്നത്? ഒഴുകുന്ന പുഴ ഒരിക്കലേ നീന്താൻ കഴിയും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ ഒരിക്കൽ മാത്രം നീന്താൻ പറ്റുള്ളൂ. പിന്നെ പെയ്യുന്ന മഴ പെയ്തുകൊണ്ടിരിക്കും, ഒരിക്കലേ നനയാൻ പറ്റുള്ളൂ. എന്താണ് പറയുന്നത്? നീന്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീന്തലിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി. മഴയാണെങ്കിൽ നനയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നനഞ്ഞു പോയി, ഇല്ലേ? രണ്ടും സംഭവിച്ചു കഴിഞ്ഞു. അതൊരിക്കൽ മാത്രമേ സംഭവിക്കൂ. അതുപോലെ തന്നെയാണ് ജീവിതവും, ഒരിക്കൽ മാത്രം. മനസ്സിലായോ? കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമല്ലോ, നമ്മൾ എന്താ പറയുക, എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. നനയുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളം വീഴുകയാണ്. അപ്പം മൊത്തത്തിൽ വല്ലാത്ത രീതിയിൽ അങ്ങ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കുളിക്കുന്നതാണ് നല്ലത്, അല്ലേ? നമ്മളൊരു ചാറ്റമഴ കൊണ്ടു ചെറുതായിട്ടൊന്ന് തലയിൽ വെള്ളം വീണു എന്ന് കരുതിയിട്ട് നമ്മൾ കുളിക്കാറില്ല. പക്ഷേ അത്യാവശ്യം നല്ല മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി നമ്മളൊന്ന് ഫ്രഷ് ആവും, അല്ലേ? ആ രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒഴുകുന്ന പുഴയെ നമുക്ക് ഒറ്റ പ്രാവശ്യമേ അതിൽ നീന്താൻ പറ്റുള്ളൂ. പിന്നെ ആ നീന്തൽ എന്നുള്ളത് ഇല്ലാണ്ടാവും. കാരണം നമ്മൾ നീന്തി തുടങ്ങിയല്ലോ. പിന്നെ ആ നീന്തൽ എന്ന വാക്കിന് അവിടെ പ്രസക്തിയില്ല. അതൊരിക്കൽ മാത്രമേ സംഭവിക്കുള്ളൂ. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ നമ്മൾ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്? അതിൻ്റെ പ്രാധാന്യം അവിടെ നഷ്ടപ്പെട്ടു. നനഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ ഒറ്റ പ്രാവശ്യമല്ലേ ചെയ്യാൻ പറ്റും. നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? മഴ നനഞ്ഞ ഒരാളായി കഴിഞ്ഞിരിക്കും. പിന്നെ അതുപോലെയാണ് ജീവിതം എന്ന് പറയുമ്പോൾ, ജീവിതവും ഒരിക്കൽ മാത്രമേ ഉള്ളൂ. വീണ്ടും നമുക്ക് ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് മറുപടി പറയുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക് ഇനിയൊരു ജീവിതമുണ്ട് എന്ന്? ഇല്ല. നമ്മളിപ്പോൾ ഏത് വേഷത്തിൽ, ഏത് രൂപത്തിൽ, ഏത് ജാതിയോ മതമോ വർണ്ണമോ ഏത് പേരിലോ ഒക്കെ ആയിക്കോട്ടെ, ഏത് രീതിയിലാണോ നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്, ആ ജീവിതത്തിൽ ആ ഒറ്റ ഒരു കാര്യമുള്ളൂ, നമ്മൾ ഇന്ന വ്യക്തി എന്നുള്ളത്. അല്ലാതെ ഇന്ന് ഈ ജന്മത്തിൽ ഇങ്ങനെ, അടുത്ത ജന്മത്തിൽ വേറെ ഒരു ഇത് നമുക്കറിയില്ല. ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒറ്റ ഒരു ജീവിതം എന്നാണ് അതുകൊണ്ട് പറയുന്നത്. ഈ ജീവിതത്തിൽ നമുക്ക് നേടാൻ കഴിയുന്നതൊക്കെ നേടുക, സന്തോഷങ്ങളെല്ലാം കണ്ടെത്തുക. കാരണം പിന്നീട് നമുക്ക് ജീവിതമില്ല. അതാരും തന്നെ അങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുമില്ല. അതുകൊണ്ട് ഈ ഒറ്റ ജീവിതത്തിൽ തന്നെ നമുക്ക് നേടാൻ കഴിയുന്നതെല്ലാം നേടാം. എത്രമാത്രം സന്തോഷം നമുക്ക് നേടാൻ കഴിയുമോ അത്രയും സന്തോഷം നമുക്ക് നേടാം. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാം, അല്ലേ? നേട്ടമായാലും കോട്ടമായാലും സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം അനുഭവിക്കാൻ നമുക്ക് ഈ ഒറ്റൊരു ജീവിതമേ ഉള്ളൂ, അല്ലേ? ആ ഒരു ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണം എന്നതും നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. മറ്റാരുമല്ല അത് തീരുമാനിക്കുന്നത്, അല്ലേ? ഒരിക്കലേ നീന്തുന്നുള്ളൂ, ഒരിക്കലേ നനയുന്നുള്ളൂ. അതുപോലെ ഒരിക്കലേ ഉള്ളൂ ജീവിതവും. അത് എത്രമാത്രം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നു ആ ജീവിതത്തിൽ, അതാണ് ഒരാളുടെ ഭാഗ്യം, ഒരാളുടെ വിജയം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. പരമമായിട്ടും ഒരു സമാധാനം, ഒരു സത്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം, അല്ലേ? ഒരു സത്യസന്ധമായ രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. താൻ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഏത് നിമിഷവും നമ്മൾ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ആഗ്രഹിക്കണം, അല്ലേ? നമ്മളുടെ മരണശേഷം ആളുകൾ പറയും, അവൻ ചത്തുപോയത് അല്ലെങ്കിൽ അവൾ ചത്തുപോയത് കാര്യമായി, എന്തൊരു ശല്യമായിരുന്നു, നാട്ടുകാർക്ക് ശല്യം, വീട്ടുകാർക്ക് ശല്യമായിരുന്നു പറയും. അതിലും നല്ലത് അങ്ങനൊരു ശല്യം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിച്ച് സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നതല്ലേ. വരുമ്പോൾ നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. ഇങ്ങനെ പറയുന്ന കേൾക്കാം, കുട്ടികൾ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചല്ലേ ജനിക്കുമ്പോൾ, പക്ഷെ നമ്മൾ മരിക്കാൻ നേരത്ത് കൈ നിവർത്തി പിടിച്ചാണ്
അതായത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാം കീഴടക്കുമെന്ന ഒരു ദൃഢനിശ്ചയമായിട്ട് കൈ ചുരുട്ടി പിടിച്ച് വരുന്നു. പക്ഷേ എനിക്കൊന്നും നേടാൻ പറ്റിയില്ല എന്ന്, കയ്യിലൊന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ട് തിരികെ പോകുന്നു എന്നാണ് ഇങ്ങനെ പഴയ ആളുകൾ പറയുന്നത് കേട്ടിട്ടുള്ളത്. എന്തായാലും നേട്ടം നമ്മുടെ സന്തോഷം മാത്രമായിരിക്കട്ടെ. ശരിയല്ലേ?